സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ മോഹപക്ഷികൾ തുടരുന്നു. അധ്യായം 2. മലനാട്ടിൽ നിന്നും ജീവിതമാർഗം തേടി നഗരത്തിൽ വന്ന് താമസിക്കുന്നവന് അധികം സുഹൃത്തുക്കൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ജോൺസ് ഓർത്തു. സുഹൃത്തില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു സഹപ്രവർത്തകനുണ്ട്, പ്രഭാകരൻ. സുഹൃത്ത് ബന്ധം നേടുന്നതും നിലനിർത്തുന്നതും മദ്യക്കുപ്പികളിലൂടെയല്ല എന്നുറച്ചു വിശ്വസിക്കുന്നവൻ. അയാൾക്ക് ആത്മാർത്ഥതയുണ്ട്. എന്തും തുറന്നു സംസാരിക്കാം. രാവിലെ കണ്ടുമുട്ടുന്നു, ഒന്നിച്ച് ജോലി ചെയ്യുന്നു, വൈകുന്നേരം പിരിയുന്നു. ജോലി കഴിഞ്ഞാൽ നേരെ ഔട്ട് ഹൗസിൽ വന്ന് വല്ലതും ഉണ്ടാക്കി കഴിച്ച ശേഷം കിടക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ പോയാൽ രാത്രിയിൽ തോന്നുമ്പോൾ കയറി വരാൻ. സ്വന്തം വീട്ടുവളപ്പിലല്ല താമസം. ചിലപ്പോൾ ദാമോദരൻ വന്ന് സംസാരിച്ചിരിക്കും. സ്വന്തം കുടുംബ പ്രാരാബ്ദങ്ങളെക്കുറിച്ച് മാത്രമേ അയാൾക്ക് പറയാനുണ്ടാവൂ. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ, താന്തോന്നികളായ ആൺമക്കൾ, ദാരിദ്ര്യം, ക്ലേശങ്ങൾ, അങ്ങനെ പലതും. നിർമ്മല പതിവ് പോലെ ഉലാത്തിനിറങ്ങിയിരിക്കുന്നു. അങ്ങനെ ചിന്താധീനയായി ഉദ്യാനത്തിലൂടെ വളരെ നേരം അലസതയോടെ നടക്കും. വല്ലപ്പോഴും 1-2 വാക്ക് സംസാരിക്കും. ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് തന്നോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്താറുണ്ട്. നിർമ്മലയെ കാണുമ്പോൾ ഭയമാണ്. കൈവശമുള്ള വിലപിടിച്ചതൊക്കെ ചോർന്നു പോകുമെന്ന ഭീതി. അവൾ എല്ലായ്പ്പോഴും അസ്വസ്ഥയാണ്. പലതും അവൾ മറച്ചു പിടിക്കുകയും കടിച്ചൊതുക്കുകയും ചെയ്യുന്നു. നനവാർന്ന ആ സ്വരത്തിലുമുണ്ട് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നതിൻ്റെ നൊമ്പരം. അനുകമ്പയും ആർദ്രതയും ഉളവാക്കുന്ന ഭാവങ്ങൾ. വെള്ളയുടുപ്പുകൾ അണിഞ്ഞ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സാലിയേക്കാൾ മനോഹരിയാണെന്ന് തോന്നാറുണ്ട്. തോന്നൽ പാടില്ലാത്തതാണ്. ആണോ? സൗന്ദര്യത്തെ വിലയിരുത്തുന്നത് കണ്ണുകളല്ലേ? ഒന്ന് മറ്റൊന്നിനേക്കാൾ മനോഹരം എന്ന് തോന്നുന്നത് സ്വാഭാവികമല്ലേ? വളരെ മാന്യവും എന്നാൽ ലളിതവുമായ പെരുമാറ്റ രീതിയാണ് നിർമ്മലയുടേത്. അടുക്കളയിൽ ശബ്ദം കേട്ട് ജോൺസ് എഴുന്നേറ്റ് ചെന്ന് നോക്കി. അരി തിളച്ച് പതഞ്ഞുയർന്ന് മൂടി ഊർന്ന് വീണിരിക്കുന്നു. സ്റ്റൗവിൻ്റെ തിരി താഴ്ത്തിയ ശേഷം അയാൾ വീണ്ടും വരാന്തിയിൽ വന്നിരുന്നു. സാർ ഉറങ്ങുവാണോ? ദാമോദരൻ ഓരോന്നോർത്തിരുന്നു. എന്താ ഇത്ര ഓർക്കാൻ? എനിക്ക് നാടും വീടും ഒക്കെ ഇല്ലേ? ജോൺസ് ചിരിച്ചു. ആ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു സാരോപദേശം പോലെ പറഞ്ഞിട്ട് ദാമോദരൻ പാരപ്പറ്റിൽ കയറിയിരുന്ന് കഞ്ചാവ് ബീഡി തെർത്തു തുടങ്ങി. മൈക്കിൾ ഇന്ന് വരുമോ? ഞാനെങ്ങനെ അറിയും? ഗേറ്റ് തുറക്കുകയും അടയ്ക്കുകയും മാത്രമല്ലേ എൻ്റെ പണി. അയാൾ ബീഡി കൊളുത്തി പുക ഇരുത്തി വലിച്ച് ആസ്വദിച്ചു. ഏതെങ്കിലും ഒരു ദിവസം വരും. വന്നാൽ പിറ്റേന്ന് തന്നെ സ്ഥലം വിടുകയും ചെയ്യും. ദാമോദരൻ ഏതാനും പുക കൂടി അകത്തേക്കിരുത്തി കണ്ണടച്ച് ധ്യാനനിമഗ്നനായിരുന്നു. അല്പം കഴിഞ്ഞ് കണ്ണുകൾ തുറന്നു. അത് നന്നേ ചുവന്നിരുന്നു. കൊച്ചുമുതലാളിയുടെ അമ്മ മരിച്ചതോടെ ഇവിടുത്തെ ഐശ്വര്യമൊക്കെ തീർന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും സത്രത്തിലെ താമസക്കാരെ പോലെയും. കാരണം അറിയോ ദാമോദരന്? എനിക്ക് തോന്നുന്നത് കൊച്ചുമുതലാളി കല്യാണം കഴിച്ചിട്ട് വർഷം 2 ആയില്ലേ? ഒരു കുഞ്ഞിക്കാൽ. ദാമോദരൻ നിർത്തിയിട്ട് സംശയത്തോടെ ജോൺസനെ നോക്കി. പറയൂ. മൈക്കിളുമായി എനിക്ക് 5 വർഷത്തെ പരിചയമുണ്ട്. ഒന്നിച്ച് പഠിച്ചവരാണ് ഞങ്ങൾ. ജോൺസ് പ്രോത്സാഹിപ്പിച്ചു. ആണല്ലോ. അന്ന് അങ്ങേർക്ക് എന്തെങ്കിലും എനക്കേടുണ്ടായിരുന്നോ? ഇല്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെങ്കൊച്ചിനെ സ്നേഹിക്കുകയോ മറ്റോ ചെയ്തെന്ന് കേട്ടു. ആ ബന്ധം തകരുകയും ചെയ്തു. പിന്നെ മുറിയടിച്ചങ്ങിരിപ്പായി. കുറേ നാൾ അങ്ങനെ കഴിഞ്ഞു. പിന്നെ സ്വഭാവം അങ്ങ് വഷളായി. ഇവിടുന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും. കുടിച്ചു മുഷിഞ്ഞ് നാറി 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. പിന്നെയും പോകും. എന്നെ വലിയ കാര്യമായിരുന്നു നേരത്തെ. പിന്നെ കണ്ടുകൂടാതായി. ഗേറ്റ് തുറക്കാൻ താമസിച്ചാൽ ചീത്ത പറയും. ചെന്ന് കയറുന്ന ബാറിലും ഷോപ്പിലും ഒക്കെ വഴക്കുണ്ടാക്കും. ഒരിക്കലൊരു ബാറിൽ വഴക്കുണ്ടാക്കി അലമാരിയും കുപ്പികളും ഒക്കെ തകർത്തു. പോലീസ് പിടിച്ച് സ്റ്റേഷനിലാക്കി. വലിയ മുതലാളി പിറ്റേന്ന് ചെന്ന് ഇറക്കിക്കൊണ്ട് പോന്നു. ഒരാഴ്ച കഴിഞ്ഞ് കുറേ അധികം രൂപയും എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. 6-7 മാസത്തേക്ക് ആളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. വെല്ലിയങ്കുന്ന് ഒരുപാട് തെരച്ചിലൊക്കെ നടത്തി. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ബീഡി കെട്ടുപോകും. എന്നിട്ട് അവസാനം മദ്രാസിൽ നിന്നോ മറ്റോ വെല്ലിയങ്കുന്ന് തപ്പിയെടുത്തോണ്ട് പോന്നു. വീട്ടിൽ വന്നെങ്കിലും സ്വഭാവം അങ്ങ് വഷളായി. കുടിച്ചും മത്ത് കയറിയാൽ പിന്നെ അഴിഞ്ഞാടി നടക്കും. ചുമ്മാ അലറും. കാണുന്നതെല്ലാം തകർക്കും. ആളും തീരെ നശിച്ചെന്ന നിലയിലായി. കല്യാണം കഴിപ്പിച്ചാൽ നന്നാവുമെന്ന് വിചാരിച്ചാൽ കൊച്ചമ്മയെ കെട്ടിച്ചു കൊടുത്തത്. അതോടെ കൂടിയും തല്ലിപ്പൊളി സ്വഭാവം ഒക്കെ മാറി. പക്ഷെ വീട്ടിൽ നിൽക്കില്ല. ബിസിനസ് എന്നും പറഞ്ഞ് കറങ്ങി നടക്കും. മാസത്തിൽ 2-3 ദിവസം ആ വീട്ടിൽ താമസിക്കുന്നത്. കൊച്ചമ്മയോട് മിണ്ടുന്നത് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. ദാമോദരൻ ബീഡി കുറ്റി ഞെരടി എറിഞ്ഞു. കൊച്ചമ്മ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പ്രയാസം തോന്നും. അവരുടെ ചോറല്ലേ ഞാനും മക്കളും തിന്നുന്നത്. ജോൺസ് കായലിലേക്ക് നോക്കിയിരുന്നു. മൈക്കിളിൻ്റെയും പ്രേമിയുടെയും നിർമ്മലയുടെയും ചിത്രങ്ങൾ മനസ്സിൽ മിന്നി മറിഞ്ഞു.
നിർമ്മല പറഞ്ഞു തോർത്തു. മൈക്കിളിൻ്റെ ഭാര്യ എന്നതിനേക്കാൾ നിർമ്മല എന്നറിയപ്പെടുന്നതാണ് എനിക്കിഷ്ടമെന്ന്. കായലിൽ നിലാവ് തിളങ്ങുന്നു. ജോൺസ് എഴുന്നേറ്റ് അടുക്കളയിൽ കടന്നു. അത്താഴവും കറിയും ശരിയാക്കാനുള്ള പണി തുടങ്ങി. ചോറും കറിയും വിളമ്പി കഴിക്കാനിരുന്നപ്പോൾ വരാന്തിയിൽ നിന്ന് കാൽപെരുമാറ്റം കേട്ടു. ജോൺസ്. നിർമ്മലയുടെ സ്വരം. അയാൾ എഴുന്നേറ്റു. അപ്പോഴേക്കും നിർമ്മല അവിടെ എത്തിക്കഴിഞ്ഞു. ആഹാ, നല്ല പണിയാണല്ലോ തനിച്ചാണെങ്കിലും കഴിക്കാതിരിക്കാൻ ഒക്കുമോ? ജോൺസ് ഇരുന്നു. ആരെയെങ്കിലും വിളിച്ചുകൂടെ? വേണം. തനിച്ചിരുന്നാൽ കഴിച്ചെന്ന് തോന്നുകയില്ല. എനിക്കാണെങ്കിൽ തനിച്ചിരുന്നാൽ കട്ടു തിന്നുകയാണെന്നേ തോന്നും. ശീലം കൊണ്ടാവാം, ജോൺസ് ചിരിയോടെ പറഞ്ഞു. ശീലമില്ലാഞ്ഞിട്ടാണ്. നിർമ്മല ഊണ് കഴിച്ചോ? സന്തോഷം. മൈക്കിളിൻ്റെ ഭാര്യ ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചില്ലല്ലോ. ജോൺസ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കഴിച്ചില്ലെങ്കിൽ കഴിക്കാം, റെഡിമെയ്ഡ് കറികളാണെന്നേ ഉള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടി അയാൾ പറഞ്ഞു. നിർമ്മല രാത്രിയിൽ ഇങ്ങോട്ട് കയറി വന്നതിൽ അയാൾക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങിയിരുന്നു. ഞാനും കൂടാം. ജോൺസ് തനിച്ചിരുന്ന് കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും തീരും. എനിക്ക് കട്ടു തിന്നുകയാണെന്ന് തോന്നുകയുമില്ല. ജോൺസ് വിളറി. അവൾ തൻ്റെ ക്ഷണം സ്വീകരിക്കുമെന്ന് വിചാരിച്ചല്ല പറഞ്ഞത്. നിർമ്മല ഒരു പ്ലേറ്റ് എടുത്തു. ഞാൻ വിളമ്പാം. ജോൺസ് എഴുന്നേറ്റു. വേണ്ട, എനിക്കറിയാം. അവൾ തനിയെ വിളമ്പി. ജോൺസ് തൻ്റെ പാത്രത്തിൽ നിന്ന് സോസറിലേക്ക് കറികൾ പകർന്നുകൊണ്ട് പറഞ്ഞു. നാളത്തേക്ക് കൊള്ളുകയില്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയടിക്ക് വിളമ്പി. പങ്കിട്ട് തരുന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ. ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല. പങ്കിട്ട് കിട്ടുന്നതാണ് കൂടുതൽ സന്തോഷം. നിർമ്മല പ്ലേറ്റ് മടിയിൽ വെച്ചുകൊണ്ട് സ്റ്റൂളിൽ ഇരുന്ന് കഴിച്ചു. കറിയൊക്കെ നന്നായിരിക്കുന്നു. അച്ചാറായിരിക്കും, അത് പുറമേ നിന്ന് വാങ്ങിയതാണ്. ജോൺസ് ചിരിച്ചു. എല്ലാം നന്നായിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ വീട്ടിലിരുന്ന് ഇത്തരം കറികൾ കൂട്ടി ഉണ്ണാനാണ് ഞാൻ ആശിച്ചിരുന്നത്. അവൾ ഓർമ്മയിൽ നിന്നെന്ന പോലെ പറഞ്ഞു. ജോൺസ് മൗനമായിരുന്ന് കഴിച്ചു. അത് അനുചിതമാണ് എന്നൊരു വിചാരം അയാളെ അലോസരപ്പെടുത്തി. മൈക്കിളിൻ്റെ ഭാര്യ അന്യനൊരുവൻ താമസിക്കുന്നിടത്ത് രാത്രിയിൽ തനിച്ചു വന്ന് തന്നോടൊപ്പം ആഹരിക്കുക. ഒരു പക്ഷേ ഇപ്പോൾ മൈക്കിളോ മാത്തച്ഛനോ ഈ കാഴ്ച കണ്ടാൽ ഇതൊരു തമാശയായി മാത്രമേ കണക്കാക്കൂ. എന്നാൽ തൻ്റെ ചേച്ചിയോ സാനിയോ ആണ് കാണുന്നതെങ്കിൽ അതാണ് നഗര സംസ്കാരവും ഗ്രാമസംസ്കാരവും തമ്മിലുള്ള അന്തരം. നിർമ്മല എഴുന്നേറ്റ് അവളുടെ പാത്രം കഴുകി. ജോൺസിൻ്റെ പാത്രത്തിനായി കൈ നീട്ടിയപ്പോൾ അയാൾ തടഞ്ഞു. വേണ്ട, ഞാനായിക്കൊള്ളാം. എല്ലാം എടുപ്പാക്കിയിട്ട് ജോൺസ് വരാന്തിയിലെ കസേരയിൽ വന്നിരുന്നു. നിർമ്മല അയാൾക്ക് അഭിമുഖമായി ഇരിപ്പുറപ്പിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിർമ്മലയ്ക്ക് വിഷമമാകുമോ? ജോൺസ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്ത് വിഷമം? എന്തിനാണ് ഈ മുഖപുര? മനസ്സ് വേദനിച്ചേക്കുമോ എന്ന് ശങ്കിച്ചിട്ടാണ്. നിർമ്മല മന്ദഹസിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏത് വേദനയും സഹിക്കാവുന്ന കരുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് പ്രേമിയെക്കുറിച്ച് ചോദിച്ചില്ലേ? എങ്ങനെ അറിഞ്ഞു അക്കാര്യം? മാത്രമല്ല, മൈക്കിളിൻ്റെ ഭാര്യ എന്നതിനേക്കാൾ നിർമ്മല എന്നറിയപ്പെടുന്നതാണ് ഇഷ്ടമെന്ന്. അവൾ കായലിൽ നേരെ നോക്കി അല്പനേരം മൂകയായിരുന്നു. പിന്നെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം തീരുമാനിക്കപ്പെട്ടിരുന്നതാണ്. എൻ്റെ ഭർത്താവാകാൻ പോകുന്നയാളെന്ന നിലയിലാണ് കാണുമ്പോഴൊക്കെ ഞാൻ അയാളോട് പെരുമാറിയിരുന്നതും. അയാളോട് എന്ന വാക്കിലെ വെറുപ്പും പുച്ഛവും ജോൺസിനെ അമ്പരപ്പിച്ചു. എനിക്ക് സ്നേഹവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അവസാനം ഞാൻ അറിഞ്ഞു അയാൾ പ്രേമി എന്നൊരു കുട്ടിയുമായി സ്നേഹത്തിലാണെന്നും അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്നും. എനിക്ക് വളരെ വേദന തോന്നി. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും ആലോചിച്ചില്ല. പിന്നീട് മൈക്കിളിൻ്റെ സ്നേഹബന്ധം തകർന്നുവെന്നറിഞ്ഞു. അതിനുശേഷം ഏതാണ്ട് 1 വർഷക്കാലം കുത്തഴിഞ്ഞ മട്ടിലാണ് അയാൾ ജീവിച്ചത്. മാനസികാഘാതമായിരുന്നു പോലും. സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിലൂടെ അയാളെ കുറേയൊക്കെ വീണ്ടെടുക്കാൻ ഡാഡിക്ക് കഴിഞ്ഞു. എൻ്റെ പപ്പായും മമ്മിയും എല്ലാം എന്നെ നിർബന്ധിച്ച് മൈക്കിളിനെ വിവാഹം കഴിക്കണമെന്ന്. വിവാഹം കഴിയുമ്പോൾ എല്ലാം മാറുകയും അങ്ങനെ അയാളെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയും ചെയ്യുമല്ലെന്ന്. ഇന്നത്തെ കാലത്ത് ചീത്തയാകാത്ത ചെറുപ്പക്കാരില്ലത്രേ. എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. പപ്പായ്ക്കും മമ്മിക്കും മൈക്കിളിൻ്റെ ഡാഡിയുടെ സ്വത്തിനോടായിരുന്നു കമ്പം. ഏക മകനല്ലേ മൈക്കിൾ. സകലതും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കല്ലേ കിട്ടുക. അങ്ങനെയാണ് വിവാഹം നടന്നത്. അങ്ങനെ ഒടുവിലായപ്പോൾ നിർമ്മലയുടെ ശബ്ദം വല്ലാതെ പതറിയിരുന്നു. അവൾ വിദൂരതയിലേക്ക് തുറിച്ചു നോക്കി. ഞാനൊരു മണ്ടിയായിപ്പോയി. എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നിട്ടും. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ കരഞ്ഞേക്കുമെന്ന് ജോൺസ് ഭയപ്പെട്ടു. എല്ലാവരും കൂടി എന്നെ ചതിച്ചു. തൊണ്ടയടഞ്ഞു. ഞെട്ടിയിട്ടെന്നവണ്ണം അവൾ മുഖം പൊത്തി വിങ്ങിപ്പൊട്ടി. ഞാൻ നശിച്ചു. എൻ്റെ ജീവിതം. ജോൺസ് വല്ലാതായി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നയാൾ ചുറ്റും നോക്കി. അയാളുടെ ഹൃദയത്തിൽ അരിവിൻ്റെ ഉറവകൾ പൊട്ടി. തോളിൽ തട്ടി ആശ്വസിപ്പിക്കാനും കണ്ണീര് തുടയ്ക്കാനുമുള്ള ഒരു ഉൾപ്രേരണയോടെ എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ സ്വയം തടഞ്ഞു. അരുത്, ഞാനല്ല അത് ചെയ്യേണ്ടത്. ഞാനല്ല. അയാൾ മനസ്സിനെ ശാസിച്ചു. ജോൺസ് കസേരയിലിരുന്നു. അല്പം കഴിഞ്ഞ് നിർമ്മല മുഖമുയർത്തി
ചുവന്നു വീങ്ങി കണ്ണീർ പുരണ്ടിരുന്ന മുഖം സാരിത്തലപ്പ് കൊണ്ട് അമർത്തി തുടച്ചു. ക്ഷമിക്കണം, ഞാൻ ഇത്രയും ദൗർബല്യം കാണിക്കാൻ പാടില്ലായിരുന്നു. വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയും? എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. അവൾ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടി, നിന്റെ വേദന എന്ന് പറയാൻ അയാൾ ആഗ്രഹിച്ചു. വാസ്തവത്തിൽ ഒന്നും തന്നെ മനസ്സിലായില്ലെങ്കിലും ഗേറ്റിൽ നിന്ന് ഹോൺ. ദാമോദരൻ എഴുന്നേറ്റ് ചെന്ന് ഗേറ്റ് തുറന്നു. മൈക്കിളിൻ്റെ കാർ ഉള്ളിലേക്ക് നേർത്ത ഇരമ്പലോടെ പ്രവേശിക്കുന്നു. ജോൺസ് നിർമ്മലയെ നോക്കി. കാർ പോർച്ചിൽ ബ്രേക്ക് ഇട്ടു. മൈക്കിൾ ഡോർ തുറന്നിറങ്ങിയിട്ട് ഔട്ട് ഹൗസിൻ്റെ നേർക്ക് നോക്കി. ഞാൻ പോകട്ടെ. നിർമ്മല എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു. അവൾ മൈക്കിളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് നോക്കി ജോൺസ് ആശങ്കയോടെ ഇരുന്നു. ഞായറാഴ്ചയാണ്. ജോൺസിന് വിരസത തോന്നി. വീട്ടിലേക്ക് ഒന്ന് പോയാലോ എന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. വീട്ടിൽ പോയി വരുമ്പോഴേക്കും 200 രൂപ ചെലവാകും. 2 ദിവസം ലീവ് എടുക്കേണ്ടിയും വരും. സാലി കത്തിലൂടെ നിരന്തരം അഭ്യർത്ഥിക്കുന്നു, ഒന്ന് വന്നിട്ട് പോകൂ എന്ന്. ആഴ്ചയിൽ ഒരു കത്തെന്ന കണക്കിൽ അവൾ എഴുതുന്നു. കാണാഞ്ഞിട്ട് വിഷമമാണത്രേ. വാസ്തവത്തിൽ തനിക്കുമുണ്ട് വിഷമം. ഒന്ന് കാണാനും തൊട്ടുരുമി നിന്നൊരു കുസൃതി പറയാനുമുള്ള ആശയും. ഉദ്യോഗമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളെ മറന്നുവെന്നാണ് പരിഭവം. എങ്കിലും അവൾക്കറിയാം മറക്കത്തില്ലെന്ന്. കാണാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ കത്തുകൾ വീണ്ടും വീണ്ടും വായിക്കുക പതിവ്. അക്ഷങ്ങളിൽ നിന്ന് അവളെ കാണാം, സ്പർശിക്കാം. ഇനി ക്രിസ്മസിനെ പോകാനൊല്ലൂ. എല്ലാവർക്കും സമ്മാനങ്ങളുമായി പോകുമ്പോൾ അവൾക്ക് എന്താണ് കൊടുക്കുക? അവളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമല്ലേ ഈ ജോലി? ആണോ? ആവൂ. എങ്കിലും അങ്ങനെ കരുതാനാണ് ഇഷ്ടം. അവളോട് കടപ്പാടുള്ളതുപോലെ തോന്നുന്നു. ചേച്ചിയുടെ കത്തിൽ കുറേ ഉപദേശങ്ങൾ, വീട്ടുവിശേഷങ്ങൾ, ഇതൊക്കെ. അമ്മയുടെ അസുഖം കുറഞ്ഞത്, അപ്പൻ പഴയതുപോലെ ഉല്ലാസവാനായി തീർന്നത്, വല്ലപ്പോഴും കള്ളു കുടിക്കാൻ പോകുന്നത്, അഭിമാനം തോന്നുന്നു എന്ന് എൻ്റെ മകൻ ഉദ്യോഗമുണ്ട്, ഇനി അവൻ കുടുംബം നോക്കിക്കൊള്ളും, എനിക്കിനി വിശ്രമിക്കാം എന്നൊക്കെ അപ്പൻ കരുതുന്നുണ്ടെന്നല്ലേ അർത്ഥം? ജോൺസ് മൈക്കിളിൻ്റെ വീട്ടിലേക്ക് നോക്കിയിരുന്നു. നിർമ്മലയെ കണ്ടിട്ട് 2 ആഴ്ചയായല്ലോ എന്ന് ഓർത്തു. അന്നീ വരാന്തയിൽ ഇരുന്ന് കരഞ്ഞതിന് ശേഷം കണ്ടിട്ടേയില്ല. 2 ദിവസത്തേക്ക് ഭയമായിരുന്നു. തനിച്ച് താമസിക്കുന്ന ഒരുവൻ്റെ മുറിയിൽ നിന്നും രാത്രിയിൽ തൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് മൈക്കിളിന് എന്ത് തോന്നിയിരിക്കും? അകത്തേക്ക് വിളിച്ചു കയറ്റി ചെകിട്ട താഞ്ഞടിച്ചിട്ട് അലറിയിരിക്കാം. ഇനി മേലിൽ പുറത്തിറങ്ങരുതെന്ന് കർശനമായി വിലക്കിയിരിക്കാം. അങ്ങനെ എന്തെല്ലാം വിചാരിച്ചു. മൈക്കിളുമായി സംസാരിക്കാൻ പിന്നീട് സന്ദർഭം ലഭിച്ചപ്പോൾ അയാൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആശ്വാസമായത്. പ്രേമയെക്കുറിച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതും ആണ്. എന്നാൽ അടുത്തയാഴ്ച അമൃത്സറിൽ പോകുന്നതിനെക്കുറിച്ചും പുതിയ ഓർഡിനൻസ് നിമിത്തം കമ്പനി നടത്തിപ്പിലുണ്ടാകുന്ന വിഷമതകളെക്കുറിച്ചും നികുതി വെട്ടിപ്പിൽ ഏർപ്പെടുന്ന അസൗകര്യങ്ങളെക്കുറിച്ചും കോഴിക്കോട്ടും ആലപ്പുഴയിലുമുള്ള ബ്രാഞ്ചുകൾ അടച്ചു പൂട്ടുന്നതിനെക്കുറിച്ചും അയാൾ വാചാലമായി സംസാരിക്കുമ്പോൾ പ്രേമയെക്കുറിച്ച് എങ്ങനെ ചോദിക്കും? ദാമോദരൻ പറഞ്ഞാണ് അറിഞ്ഞത്. നിർമ്മല അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണത്രേ. 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതുവരെ തിരിച്ചു വരാത്തത്? അസുഖമോ മറ്റോ? ജോൺസിന് ഉത്കണ്ഠ തോന്നി. പെട്ടെന്ന് കുറ്റബോധം അനുഭവപ്പെട്ടു. നിർമ്മലയ്ക്ക് അസുഖമാണെങ്കിലെന്ത്, ദുഃഖമാണെങ്കിലെന്ത്, താൻ എന്തിനു ഉത്കണ്ഠപ്പെടുന്നു? പക്ഷെ അന്ന് കരഞ്ഞ രംഗം മനസ്സിൽ നിന്ന് മായുന്നില്ല. മുഖം പൊത്തി സർവവും തകർന്ന മട്ടിൽ. അവളൊന്നും വിട്ടു പറഞ്ഞില്ല. എല്ലാം അറിഞ്ഞിട്ടാണ് മൈക്കിളിനെ വിവാഹം കഴിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് അവളുടെ ദുഃഖത്തിൻ്റെ കാരണം? പക്ഷെ സ്ത്രീകൾക്ക് ദുഃഖിക്കാൻ വലിയ കാരണമൊന്നും വേണ്ട. ഓരോ സ്ത്രീക്കും ഉണ്ടാവും ചില സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും. ഭർത്താവ് തന്നോടൊപ്പം ഉണ്ടാവണം, ഒന്നിച്ച് സിനിമയ്ക്കും പാർട്ടിക്കും എല്ലാം പോകണം, അങ്ങനെ പലതും. മൈക്കിളാണെങ്കിൽ വല്ലപ്പോഴുമേ വീട്ടിലുണ്ടാവൂ. തന്മൂലം നിർമ്മലയുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നില്ല. ഇത്തരമൊരു നിസ്സാര കാര്യമായിക്കൂടുന്നില്ലേ അവളുടെ ദുഃഖത്തിന് അടിസ്ഥാനം? ഉച്ചതിരിഞ്ഞപ്പോൾ നിർമ്മലയുടെ കാറ് ഗേറ്റ് കടന്നു വരുന്നത് ജോൺസ് കണ്ടു. അയാൾക്ക് ഉത്സാഹം തോന്നി. നിർമ്മല ഔട്ട് ഹൗസിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അവൾ കാറിൽ നിന്നിറങ്ങി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ ഇച്ഛാഭംഗം തോന്നി. തനിക്ക് എന്തു സംഭവിച്ചു? അയാൾ തൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കി. ഇല്ല, ഒന്നുമില്ല. പ്രേമയെ എങ്ങനെ കരുതിയിരുന്നുവോ അങ്ങനെ തന്നെയാണ് നിർമ്മലയെയും കരുതുന്നത്. പ്രേമയെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവൾക്കൊരു അസുഖം വന്നാൽ, പ്രേമയും മൈക്കിളും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം ഉണ്ടായാൽ തനിക്ക് തോന്നിയിരുന്ന അതേ വികാരമാണ് നിർമ്മലയോടും. പ്രേമയായിരുന്നോ നിർമ്മലയായിരുന്നോ കൂടുതൽ നന്ന്? ഒരുപക്ഷെ പ്രേമയായിരിക്കാം, അല്ലെങ്കിൽ നിർമ്മല. രണ്ടുപേർക്കും സവിശേഷതകളുണ്ട്. ജോൺസ് അവരെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരുന്നു. സായാഹ്നമായപ്പോൾ നിർമ്മല ഔട്ട് ഹൗസിലേക്ക് വന്നു. ജോൺസ് വരാന്തയിലുണ്ടായിരുന്നു.
വിഷു ചെയ്ത ശേഷം നിർമ്മല പാരപ്പറ്റിലിരുന്നു. ഞാൻ വീട്ടിൽ പോയിരുന്നു. പറയാൻ പറ്റിയില്ല, ക്ഷമിക്കണമെന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. പറയാൻ ഞാനാരാ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോൺസിന് തോന്നി ഈ പരിഭവം വേണ്ടായിരുന്നുവെന്ന്. യഥാർത്ഥത്തിൽ പരിഭവം ഉണ്ടെങ്കിലും അതുകൊണ്ടല്ലേ പറയാതെ പോയത്? നിർമ്മല തിരിച്ചടിച്ചു. അവളുടെ സംസാര രീതി ഇരുവായ്ത്തലവാൾ പോലെ മൂർച്ചയുള്ളതാണെന്ന് അറിയാമായിരുന്നിട്ടും ജോൺസിന് ജാള്യത തോന്നി. ഞാൻ വേണമെങ്കിൽ നിർമ്മലയുടെ ആരെങ്കിലും ആയേക്കാം, കുറഞ്ഞപക്ഷം ഒരു ഉപദേഷ്ടാവെങ്കിലും. ഉപദേഷ്ടാക്കളെ ഉള്ളൂ എനിക്ക്. ജോൺസെങ്കിലും ഉപദേഷ്ടാവാകാതിരുന്നാൽ ശ്വാസം മുട്ടാതെ കഴിയാം. അത്രയെങ്കിലും കരുണ കാണിക്കണം, നിർമ്മല ചിരിയോടെ പറഞ്ഞു. ജോൺസ് മൗനമായിരുന്നു. നിർമ്മല കുറേ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. കഴിഞ്ഞ 2 ആഴ്ചയായി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവൾ ഉത്സാഹത്തോടെ ചോദിച്ചു. എന്ത് വിശേഷം? നിർമ്മലയെ കാണാതിരുന്നപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും അസുഖമോ മറ്റോ ആണെന്ന്. എന്നെ ഓർക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആർക്കും ഓർമ്മയില്ല എന്നത് നിർമ്മലയുടെ തെറ്റിദ്ധാരണയാണ്. മാത്തച്ചൻ മുതലാളിക്കും മൈക്കിളിനും വളരെ തിരക്കുള്ളതിനാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. സ്നേഹം ഹൃദയത്തിലല്ലേ വേണ്ടത്? തെറ്റ്. പ്രകടിപ്പിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം സ്നേഹം? സ്നേഹം തന്നെ പ്രകടനമാണ്. ജോൺസ് അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ജോൺസൺ ഇന്ന് എന്താ പ്രോഗ്രാം? നമുക്കൊന്ന് പുറത്തു പോകാം. എവിടെ? സന്ധ്യയ്ക്കോ പാർക്കിലോ? നമ്മൾ 2 ആളും തനിച്ചോ? എന്താ? അത് ശരിയല്ല. ഏത് ശരിയല്ല? ഏത് ശരിയല്ലെന്നാണ്? നിർമ്മല അയാളെ തുറച്ചു നോക്കി. നമ്മൾ തനിച്ചു പോകുന്നത്. അവളുടെ മുഖം വിളറി. കുറെ കൂടി തുറന്ന മനസ്സാണ് ജോൺസണിൽ ഞാൻ പ്രതീക്ഷിച്ചത്. സ്നേഹിതരെന്ന നിലയ്ക്ക് ഒരു ഡ്രൈവിന് പോകാമെന്ന് ഞാൻ കരുതിയുള്ളൂ. ജോൺസ് അതിൽ കൂടുതൽ ചിന്തിച്ചെന്ന് തോന്നുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കൂട്ടിച്ചേർത്തു. അവനവൻ്റെ മനസാക്ഷി എത്രയധികം സങ്കുചിതമാണോ അത്രയധികം ആശങ്കയുണ്ടാവും. ചാട്ടവാറടി ഏറ്റതുപോലെ ജോൺസ് പുളഞ്ഞുപോയി. നിർമ്മലയുടെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. അല്പം കഴിഞ്ഞ് അത് ശാന്തമായി. അവൾ തിരിഞ്ഞ് വ്യസനത്തോടെ പറഞ്ഞു, ക്ഷമിക്കുക, എനിക്ക് വിഷമമുണ്ട്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. നിർമ്മല ഇറങ്ങിപ്പോയി. അവൾ നടന്നകലുന്നത് നോക്കി അയാളിരുന്നു. 15 മിനിറ്റിനുള്ളിൽ നിർമ്മല ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി വന്നു. അയാളുടെ അടുത്തെത്തിയിട്ട് വീണ്ടും ചോദിച്ചു, എന്തു പറയുന്നു? ലജ്ജയില്ലാതെ ചോദിക്കുകയാണ് വീണ്ടും. ഒരു ഡ്രൈവിന് വരുന്നോ? ജോൺസ് പരിങ്ങി. വരൂ. വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ക്ഷണിച്ചു. നിർദോഷമായ ആ ക്ഷണത്തെ നിരസിക്കാൻ കഴിഞ്ഞില്ല. താൻ പരാജയപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. മുറിക്കുള്ളിലേക്ക് കയറിപ്പോയ ജോൺസ് വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചിറങ്ങി വന്നപ്പോൾ നിർമ്മല വിസ്മയിച്ചു. ഇന്നെന്താ ഈ വേഷം? മാച്ച് ചെയ്യണ്ടേ? അവളുടെ മിഴികൾ പ്രകാശിച്ചു. ഉടനെ മങ്ങുകയും ചെയ്തു. ജോൺസ് സ്വയം ശാസിക്കാതിരുന്നില്ല. സാലിയോട് സംസാരിക്കുമ്പോഴുള്ള കുസൃതി ഇവിടെ എന്തിനെടുക്കുന്നു? കാർ ഓടിക്കുന്നതിനിടയിൽ നിർമ്മല പറഞ്ഞു, എനിക്ക് തനിയെ ഡ്രൈവ് ചെയ്യുന്നതാണ് ഇഷ്ടം. ജോൺസിന് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടോ? ഇല്ല. അതെന്താ? ആവശ്യം വരില്ല. ടാക്സി ഡ്രൈവർ ആകാൻ താല്പര്യമില്ല. സ്വന്തമായ ഒരു കാർ എന്ന സ്വപ്നവും ഇല്ല. നിർമ്മല മറുപടി ഒന്നും പറഞ്ഞില്ല. ജോൺസ് പുറത്തേക്ക് കണ്ണോടിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ജോൺസ് എന്താണ് മിണ്ടാത്തത്? വിഷയം കിട്ടുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആഫ്രിക്കൻ പായലിനെ കുറിച്ച് സംസാരിക്കാം. കപട ഗൗരവത്തോടെ അവൾ പറഞ്ഞു. ഓക്കെ. ആഫ്രിക്കൻ പായൽ നമ്മുടെ ജലാശയങ്ങൾക്കൊരു മഹാവിപത്താണ്, ജലഗതാഗതത്തിനും മറ്റും. നിർമ്മല പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ചിരിയുടെ അവസാനം കളിയായി നുള്ളുന്ന മട്ടിൽ അയാളെ നോക്കിയിട്ട് അവൾ പറഞ്ഞു, ഒരുപാട് നാളായി ഇങ്ങനെ ചിരിച്ചിട്ട്. താങ്ക് യു. പാർക്കിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. നിർമ്മലയും ജോൺസും തങ്ങളുടേതായ ചിന്തകളിൽ മുഴുകി ആളുകൾക്കിടയിലൂടെ ചുറ്റി നടന്നു. നിർമ്മല ഉന്മേഷവതിയായിരുന്നു. കാണപ്പെടുന്ന സകലതിനെയും ഉത്സാഹ പ്രകർഷത്തോടെ സ്വീകരിക്കാനും ആനന്ദത്തോടെ ഉൾക്കൊള്ളാനുമുള്ള അഭിനിവേശം അവളുടെ മിഴികളിൽ തിളങ്ങിയിരുന്നു. ഇങ്ങനെ ചുറ്റി നടന്നാൽ ഒരന്തമുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. നിർമ്മല അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഊഷ്മളമായ സ്പർശനം അയാളിൽ അസ്വസ്ഥതയുളവാക്കി. ചൂളമരത്തിന് കീഴിൽ അവർ ഇരുന്നു. പലയിടത്തുമായി വട്ടം കൂടിയിരുന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ നോക്കിക്കൊണ്ട് നിർമ്മല പറഞ്ഞു, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ട്. ജോൺസ് മുഖമുയർത്തി നോക്കി. താൻ മൂകനായി ഇരിക്കുന്നതിൽ അവൾക്കുള്ള അസഹ്യത മുഖത്തു നിന്നും വായിച്ചറിഞ്ഞു. എല്ലാവരെയും പോലെയല്ല നമ്മൾ. അതെ, വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ അവരുടെയൊക്കെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നു. നമ്മൾ അതടക്കി വെക്കുന്നു. ജോൺസ് നെറ്റി ചുളിച്ച് അവളെ നോക്കി. മനസ്സിലുള്ളത് ആരെങ്കിലും തുറന്നു പറയാറുണ്ടോ? ചിലപ്പോഴൊക്കെ അടുക്കി വെക്കണം. പറയരുതാത്തത് മാത്രമേ അടുക്കി വെക്കാവൂ. അതൊക്കെ അവനവൻ്റെ സാഹചര്യങ്ങൾ പോലെ. പക്ഷെ പറയരുതാത്തതെന്ന് കരുതി അടുക്കി വെച്ചതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സന്ദർഭങ്ങൾ നഷ്ടപ്പെട്ട കഥകൾ എത്ര വേണമെങ്കിലും ഉണ്ട്. നിർമ്മല ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല.
ഒരു വാദത്തിനു വേണ്ടി പറയുകയാണ്. ഞാൻ ജോൺസിനെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും സ്നേഹിച്ചുവെന്നിരിക്കട്ടെ. ജോൺസ് അതിനെന്ത് പറയും? ഇമ്മച്യൂർ ലവ് എന്ന്, അസംബന്ധമെന്ന് അയാൾ വിളർച്ചയോടെ പ്രതിവചിച്ചു. ജോൺസ് മുമ്പ് പറഞ്ഞ സാഹചര്യങ്ങൾ എനിക്ക് കൂട്ടിനുണ്ടെങ്കിലോ? വാഗ്വാദം തുടരുന്നതിൽ അവൾക്ക് ആവേശമുണ്ടെന്ന് ജോൺസിന് തോന്നി. ഇപ്പോഴേ മുഖം തുടുത്തു കഴിഞ്ഞു. വാദത്തിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ എനിക്കും തട്ടിക്കിഴിച്ച് നോക്കാൻ സാഹചര്യവും ജീവിതവും അവശേഷിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അവനവൻ തന്നെയല്ലേ വലുത്. സമ്മതിച്ചല്ലോ. ഇനി മറ്റൊന്ന്, ഇമ്മച്യൂർ ലവ് എന്നൊക്കെ പറഞ്ഞല്ലോ. ജീവിതം സാഹചര്യങ്ങൾക്ക് അനുസൃതമാണെങ്കിൽ സ്നേഹത്തെ അങ്ങനെ തരംതിരിക്കാമോ? അതിന് പല തട്ടുകളുണ്ടോ? ജോൺസ് കുനിഞ്ഞിരുന്ന് ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് വെറുതെ വഴക്കടിക്കുന്നത്? വഴക്കാണോ? ഒരു രസമല്ലേ? തർക്കം എനിക്കിഷ്ടമാണ്. ഈ ലോകത്തോടെല്ലാം ഒറ്റയ്ക്ക് നിന്ന് തർക്കിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. അഹന്ത കൊണ്ടല്ല, രോഷം കൊണ്ടാണ്. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ ഒന്നുകൂടി ദൃഢമായി ആവർത്തിച്ചു, രോഷം കൊണ്ട്. ജോൺസ് വിസ്മയത്തോടെ അവളെ നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് അത്ഭുതപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് നിർമ്മല എഴുന്നേറ്റു. പോകാം. അയാൾക്ക് എഴുന്നേൽക്കാനായി അവൾ കൈ നീട്ടി. ആ കൈയിലേക്ക് നോക്കിയ ശേഷം തനിയെ എഴുന്നേറ്റു. നിർമ്മലയുടെ മുഖം ചുവന്നുപോയി. തൻ്റെ സൗഹൃദത്തെ അയാൾ സംശയിക്കുന്നുവെന്ന് തോന്നി. എടുത്തടിച്ചതുപോലെ വല്ലതും പറയണമെന്ന് വിചാരിച്ചിട്ട് അവൾ അത് വേണ്ടെന്ന് വെച്ചു. രണ്ടുപേരും വന്ന് കാറിൽ കയറി. കാർ ഓടിക്കുന്നതിനിടയിൽ നിർമ്മല ചോദിച്ചു, സിനിമ കാണണമെന്നുണ്ടോ? ഇല്ല. ഇനി ഒരിക്കലാവാം. ഇല്ലേ? പിന്നീട് അവൾ മൂകയായിരുന്നു. ജോൺസ് ഇടയ്ക്കിടെ ഇടക്കണ്ണിട്ട് പാളി നോക്കി. ഡ്രൈവിങ്ങിലാണ് ശ്രദ്ധ മുഴുവൻ. വെള്ളസാരിയുടെ തുമ്പ് കാറ്റിൽ പറന്നു കളിക്കുന്നു. വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്ന നിർമ്മല. വെള്ളനൃത്തം ഇഷ്ടപ്പെടുന്നവർ ശുദ്ധഹൃദയവും ദയാലുക്കളുമാണത്രേ. നിർമ്മല എന്താ എല്ലായ്പ്പോഴും വെള്ളവസ്ത്രങ്ങൾ ധരിക്കുന്നത്? വിധവകളെപ്പോലെ? ജോൺസ് പതുക്കെ ചോദിച്ചു. നിർമ്മല മന്ദഹസിച്ചു. ഞാനൊരു വിധവയാണ്. മുമ്പേ പോയ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് അവൾ കൂട്ടിച്ചേർത്തു. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന വിധവ. സാലിയുടെ കത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺസ് ചിന്താധീനനായിരുന്നു. അടുത്തയാഴ്ച നാട്ടിലേക്ക് ചെല്ലണമെന്ന് അവൾ എഴുതിയിരിക്കുന്നു. അവളുടെ അപ്പൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുവത്രേ. കാര്യം എന്താണെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അടുത്തയാഴ്ച ചെല്ലുമ്പോൾ വിവാഹം ഉറപ്പിക്കുക. ക്രിസ്മസിൻ്റെ അവധിക്ക് ചെല്ലുമ്പോൾ അത് നടത്തുക. ജോൺസിന് നീരസം തോന്നി. അവൾക്ക് കുറെ കൂടി ക്ഷമിച്ചുകൂടെ? 2 വർഷം കഴിഞ്ഞ് മതി വിവാഹമെന്നാണ് എൻ്റെ തീരുമാനം. അപ്പോഴേക്കും കടബാധ്യതകളൊക്കെ തീർത്തെടുക്കാം. ചൂടുറപ്പിച്ച് നിൽക്കാം. വീട് നന്നാക്കാം. ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കണം. അങ്ങനെ പലതും തയ്യാറാക്കേണ്ടതുണ്ട്. കത്തിലേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ നീരസമെല്ലാം അലിഞ്ഞുപോയി. സാലി കത്തിനുള്ളിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു. നീല സാരിയുടുത്ത് നിലാവുദിക്കുന്ന ആ മുഖം. കുനിച്ച കൺവീലികൾ ഉയർത്തി ഒരു നോട്ടം എത്തിച്ച് അയാൾ കത്ത് ചുണ്ടോട് ചേർത്തു. പെട്ടെന്ന് ജാളിത തോന്നി. എന്തൊരു ചാബല്യമാണിത്! ഒരു പെണ്ണിനെ പോലെ. പിന്നെ സ്നേഹത്തിന് ഇത്തരം ചാബല്യമുണ്ടെങ്കിൽ അതേറെ ഇഷ്ടപ്പെടുന്നു. ഇമ്മച്യൂർ ലവ് എന്നൊക്കെ പറഞ്ഞല്ലോ. സ്നേഹത്തെ അങ്ങനെ തരംതിരിക്കാമോ? നിർമ്മല ഉള്ളിൽ നിന്നും ചോദിക്കുന്നു. നിർമ്മലയെക്കുറിച്ച് ബഹുമാനമാണ് തോന്നിയത്. അവളുടെ മുമ്പിൽ തീരെ ചെറുതാകുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അവൾക്ക് അറിവും ലോകപരിചയവും കൂടുതലുണ്ടാവാം. അവളിൽ നിന്ന് പലതും പഠിക്കാൻ കഴിയും. തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും അവളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. എല്ലാറ്റിനും യുക്തിയുക്തവും നിഷേധിക്കാനാവാത്തതുമായ മറുപടികളുണ്ട് അവൾക്ക്. ഇത്ര ബുദ്ധിയോടെ, അന്തസ്സോടെ, ലാഘവത്തോടെ, തൻ്റെ ഇടത്തോടെ സംസാരിക്കാനും ആത്മവിശ്വാസത്തോടെ പെരുമാറാനും ഏതൊരു സ്ത്രീക്ക് കഴിയും? സാലിക്ക് കഴിയുമോ? നിർമ്മലയെയും സാലിയെയും താരതമ്യം ചെയ്യാൻ എങ്ങനെ തോന്നുന്നു? നിർമ്മലയെപ്പോലെ ഒരു ഭാര്യയെ ലഭിക്കണമെങ്കിൽ പുണ്യം ചെയ്യണം. അതൊരു നിധിയാണ്. മൈക്കിൾ ആ നിധി തുറന്നു നോക്കുന്നില്ല, അനുഭവിക്കുന്നില്ല. ഞാനൊരു വിധവയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന വിധവ. അവൾ പറഞ്ഞത് തമാശയായി പറഞ്ഞതാണെന്ന് ആദ്യം കരുതി. ഇപ്പോൾ തോന്നുന്നു അങ്ങനെയല്ലെന്ന്. മൈക്കിളിനോടുള്ള വെറുപ്പും അകൽച്ചയും ആ വാക്കുകളിൽ നിന്നറിയാം. നിർമ്മല എല്ലാ സന്ധ്യകളിലും ഇവിടെ വരുന്നു. വരരുത് എന്ന് പറയാൻ കഴിയുന്നില്ല. ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. വലിയ ഉല്ലാസത്തോടെയാണ് വരിക. അരമണിക്കൂറെങ്കിലും സംസാരിച്ചിരിക്കും. അടുക്കളയിൽ കയറി ഇറങ്ങി വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് രുചിച്ചു നോക്കും. അവധി ദിവസങ്ങളിലാണ് ശല്യം കൂടുതൽ. ശല്യമോ? ഒരു ദിവസം അവൾ വരാതിരുന്നാൽ ഉത്കണ്ഠയാണ്. ആർക്കും തെറ്റിദ്ധാരണ തോന്നത്തക്ക വിധം പെരുമാറിയിട്ടില്ല. പ്രേമയെ എങ്ങനെ കരുതിയിരുന്നുവോ അതുപോലെ തന്നെ. പ്രേമയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. ഒന്നിച്ചിരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്. ലോഡ്ജിലെ മുറിയിൽ താനും പ്രേമയും തനിച്ചിരുന്ന് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. ഗുസ്തി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നിർമ്മലയെയും ചെയ്യുന്നത്. അയാൾ സ്വയം സമാധാനിച്ചു.
സാലിക്കൊരു കത്തയച്ച് ക്രിസ്മസിന് മുമ്പ് വരാൻ പറ്റില്ലെന്ന് അറിയിക്കണം. ജോൺസ് മുറിയിൽ പോയിരുന്നു കത്തെഴുതി. അത് കഴിഞ്ഞ് കിടന്നൊന്ന് മയങ്ങി. വൈകുന്നേരം ഉണർന്ന് ഷേവ് ചെയ്യാനായി വെള്ളവും സോപ്പും റേസറും ബ്രഷുമായി വരാന്തയിൽ വന്നിരുന്നു. മുഖത്ത് സോപ്പ് പതിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിർമ്മല വരുന്നത് കണ്ടു. അവൾ അടുത്ത് വന്ന് ജോൺസനെ നോക്കി വായ് പൊത്തി ചിരിച്ചു. ഇപ്പോൾ കണ്ടാൽ സാന്താക്ലോസിനെ പോലെയുണ്ട്. ഷേവ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തനിച്ചാണ് ചെയ്യുക. അതാണ് സുഖം. പല ലാഭങ്ങളുണ്ട്. തൊലി മുറിയാതെ ഒഴിവാക്കാം. ബാർബറിൻ്റെ കത്തി കഴുത്തിൽ വരുമ്പോഴുള്ള പേടി ഒഴിവാക്കാം. പിന്നെ സാമ്പത്തിക ലാഭം. അങ്ങനെ കുറേ സമ്പാദിച്ച് കാണുമല്ലോ. നിർമ്മല അകത്തു കയറി അടുക്കളയിൽ ആകെ തപ്പിത്തിരിഞ്ഞിട്ട് ചോദിച്ചു. കാപ്പി ഇട്ടില്ലേ? ഇല്ല. അവൾ സ്റ്റൗ കത്തിച്ചു. കാപ്പി ഇടാനുള്ള പണി തുടങ്ങി. ജോൺസിന് നീരസം തോന്നിയെങ്കിലും അതടക്കി. ഷേവിങ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും ആവി പറക്കുന്ന കാപ്പിയുമായി നിർമ്മല മുന്നിൽ. അയാൾ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പേടിക്കണ്ട, വിഷം ചേർത്തിട്ടില്ല. ജോൺസ് കാപ്പി വാങ്ങി ഊതി കുടിച്ചു. നന്നായിരിക്കുന്നെന്ന് പറയുകയില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ. അയാൾ അതിനും മറുപടി പറഞ്ഞില്ല. ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചല്ല ചെയ്തത്. എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇങ്ങനെയെങ്കിലും സഫലമാകട്ടെ. രണ്ടുപേരും വരാന്തയിലിരുന്ന് സംസാരിച്ചു. നിർമ്മല ജോൺസിൻ്റെ വീടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും താല്പര്യത്തോടെ ചോദിച്ചു. അയാൾ എല്ലാം വിശദീകരിച്ചു. സാലിയെക്കുറിച്ച് മാത്രം ഒന്നും പറയാതിരിക്കാനാണ് തോന്നിയത്. നിർമ്മല അയാളെ അനുകമ്പയോടെ നോക്കിക്കൊണ്ട് എല്ലാം കേട്ടിരുന്നു. ഒടുവിലൊരു ദീർഘനിശ്വാസത്തോടെ അവൾ പറഞ്ഞു. എനിക്കുമുണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും. ഞാനാണ് മൂത്തവൾ. ഇളയവൾ പഠിക്കുകയാണ്. BA ക്ലാസ് ഉണ്ടായിരുന്നു. MA 1 വർഷം പോയി. അപ്പോഴായിരുന്നു വിവാഹം. പഠിപ്പ് തീർത്തിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഈ നരകത്തിലേക്ക് വന്നു. എനിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. MA പാസ്സാകുക, ഒരു കോളേജ് ലെക്ചറർ ആവുക, പിന്നെ ഡോക്ടറേറ്റ് എടുക്കുക, അങ്ങനെ പലതും. വിവാഹത്തോടെ എല്ലാം തകർന്നു. മനസ്സ് ചുട്ടുപഴുക്കുമ്പോൾ എങ്ങനെ പഠിക്കാൻ കഴിയും? എൻ്റെ കരിയർ നശിച്ചു. വിഷാദത്തോടെ അവൾ ദീർഘമായി നിശ്വസിച്ചു. അല്പം കഴിഞ്ഞ് തുടർന്നു. ഡൈവേഴ്സിനെ കുറിച്ച് ആലോചിച്ചതാണ്. കോടതിയിൽ എൻ്റെ വാദം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. മൈക്കിളിനെ വിചാരിച്ചല്ല ഞാനത് ചെയ്യാത്തത്. മൈക്കിളിൻ്റെ ഡാഡിക്ക് എന്നെ വാത്സല്യമാണ്. എന്നെക്കുറിച്ച് വളരെ വേദനിക്കുന്നുണ്ടെന്നറിയാം. അദ്ദേഹത്തെ അപമാനിക്കാൻ വിഷമമുണ്ട്. മാത്രമല്ല എൻ്റെ ഫാമിലിയെ കൂടി ഓർക്കുമ്പോൾ വിവാഹമോചനത്തേക്കാൾ നന്ന് മരണമാണെന്ന് എനിക്ക് തോന്നുന്നു. കാണാനും കേൾക്കാനും ഞാൻ ബാക്കി ഉണ്ടാവില്ലല്ലോ. ജോൺസ് അവിശ്വസനീയതയോടെ തരിച്ചിരുന്നു. ഇത്രയധികം മാനസിക സംഘർഷം ഈ കുട്ടി അനുഭവിക്കുന്നുണ്ടോ? ഇത്രമേൽ അകൽച്ചയും വേദനയുമുണ്ടോ? വിവാഹമോചനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ മാത്രം എന്തുണ്ടായി? മരണം ഒന്നിനും പരിഹാരമല്ല. അയാൾ സാരോപദേശം പോലെ പറഞ്ഞു. തെറ്റ്. മരണമാണ് എല്ലാറ്റിനും പരിഹാരം. തർക്കിച്ചാൽ ഞാൻ തോൽക്കുകയേ ഉള്ളൂ. ഇപ്പോൾ തോന്നുന്നത് എനിക്കൊരു ചെറിയ ജീവിതം മതിയായിരുന്നെന്ന്. എനിക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന, എനിക്ക് വേണ്ടിയും എന്നിലുണ്ടാവുന്ന മക്കൾക്ക് വേണ്ടിയും ജീവിക്കുന്ന ഒരു ഭർത്താവ് മതിയായിരുന്നുവെന്ന്. ജോൺസ് മൗനമായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? വേണമെങ്കിൽ പകൽക്കിനാവ് കാണാം. അതും ഒരു സുഖമാണ്. നിർമ്മല ചുമരിലേക്ക് ചാരി കായലിൻ്റെ ദിക്കിലേക്ക് നോക്കിയിരുന്നു. അപ്പോഴാണ് അവളെ കാണാൻ ഏറ്റവും ഭംഗിയെന്ന് ജോൺസിന് തോന്നി. മുടിയിഴകൾ ഉലഞ്ഞു വീണു. കവളിൻ്റെ പാതി വരെ മറച്ചിരിക്കുന്നു. ദുഃഖം മയങ്ങുന്ന കണ്ണുകളിൽ നിന്ന് അവളുടെ മനസ്സ് വായിക്കാമെന്ന് തോന്നി. അയാൾ കണ്ണെടുക്കാതെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു. നിർമ്മല ഇടയ്ക്കും മുഖം ചെരിച്ച് നോക്കിയപ്പോൾ അയാൾ അവളെ അബദ്ധം വിളഞ്ഞ പോലെ നോട്ടം മാറ്റി. ജോൺസ് എന്താ ആലോചിക്കുന്നത്? നിർമ്മല എന്താണ് ആലോചിക്കുന്നത്? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് ഒരു നല്ല വിൽ പവർ വേണം. എന്നിട്ട് എന്നെ മനസ്സിലായോ? കുറേയൊക്കെ. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ. തമാശയായി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇന്നൊരു ബോറൻ ദിവസമാണ്. വിഷയം മാറ്റാനായി ജോൺസ് പറഞ്ഞു. ഞാൻ വന്നതുകൊണ്ടായിരിക്കാം. ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ജോൺസ് വരുന്നോ? ഒന്നിച്ചു പോകാം. ജോൺസ് അമ്പരപ്പോടെ അവളെ നോക്കി. ഓക്കെ, പെട്ടെന്ന് റെഡിയായിക്കൊള്ളൂ. ഞാൻ ഇപ്പോൾ വരാം. അവൾ തന്നെ ചോദ്യവും ചോദിച്ചു, മറുപടിയും പറഞ്ഞു, തീരുമാനവും എടുത്തു. അവൾ തിടുക്കത്തിൽ വീട്ടിലേക്ക് പോകുന്നത് നോക്കി ജോൺസ് സ്തബ്ധനായിരുന്നു. എന്തു പറഞ്ഞാണ് വരാൻ സാധ്യമല്ലെന്ന് അറിയിക്കുക? എല്ലാ വാദങ്ങൾക്കും എതിരായി അവൾ ഒരു വാചകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവനവൻ്റെ മനസാക്ഷി എത്രയധികം സങ്കുചിതമാണോ അത്രയധികം ആശങ്കയുണ്ടാവും. അന്യനായൊരു പുരുഷൻ്റെ കൂടെ നിർമ്മല സിനിമയ്ക്ക് പോയെന്നറിഞ്ഞാൽ മാത്തച്ഛനും മൈക്കിളും എന്ത് വിചാരിക്കും? നിർമ്മല ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി വന്നു. ഇവിടെ തന്നെ ഇരിക്കുകയാണോ? എളുപ്പം തയ്യാറാവൂ.
അവൾ അയാളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാനൊരു ശിശുവായി തീരുന്നത് പോലെ ജോൺസിന് തോന്നി. ഞാൻ നിർമ്മലയുടെ കൂടെ രാത്രി സിനിമയ്ക്ക് പോയെന്നറിഞ്ഞാൽ മൈക്കിൾ എന്ത് കരുതും? ആള് കൊള്ളാമല്ലോ. മൈക്കിൾ അറിഞ്ഞാലോ എന്നാണ് പേടി. അല്ലെങ്കിൽ വരുമായിരുന്നല്ലേ. ചെയ്യണമെന്നുണ്ട്, ഒളിച്ചേ ചെയ്യൂ എന്ന്. ഈ സ്വഭാവം തടിക്ക് ക്ഷീണം വരുത്തും കേട്ടോ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോൺസ് മൂളി. വേഗം റെഡിയാകൂ, നമ്മളൊരു സിനിമ കണ്ടു എന്നതിൽ കവിഞ്ഞൊന്നും മൈക്കിൾ വിചാരിക്കുകയില്ല. അമർഷത്തോടെയാണെങ്കിലും അയാൾ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി. കാറിൽ കയറിയപ്പോൾ നിർമ്മല പറഞ്ഞു, ജോൺസ് പേടിക്കണ്ട. ഹൈ സൊസൈറ്റിയിൽ ഇതൊക്കെ എത്ര നിസ്സാരമാണ്. ഞാനതിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ഭാര്യമാരെ ഒരു രാത്രിയിലേക്ക് വെച്ച് മാറുന്നിടത്തോളം ഇല്ലല്ലോ. തിയേറ്ററിൻ്റെ അങ്കണത്തിൽ കാർ പാർക്ക് ചെയ്ത ശേഷം നിർമ്മല ഇറങ്ങി. ജോൺസണും. ടിക്കറ്റ് ഞാനെടുക്കാം, ജോൺസ് പറഞ്ഞു. വേണ്ട, ഞാൻ എടുത്തുകൊള്ളാം. പക്ഷെ ജോൺസ് അവളുടെ മുമ്പേ തിരക്കിട്ട് ചെന്ന് ടിക്കറ്റ് എടുത്തു. നിർമ്മലയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റെയർ കേസ് കയറുമ്പോൾ അവൾ മൂർച്ചയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ അപകർഷതാബോധം കൊള്ളില്ല കേട്ടോ. ജോൺസ് എഡ്യൂക്കേറ്റഡ് അല്ലേ? ജോൺസിന് അപമാനിതനായതുപോലെ തോന്നി. ദേഷ്യവും മുഖത്തേക്ക് ഇരിച്ചു കയറി. നിർമ്മല അത് കണ്ട് പരിഭ്രമം നടിച്ചു പറഞ്ഞു, ഇവിടെ വെച്ചെന്നെ തല്ലരുത്, ആളുകൾ കാണും. ജോൺസിന് ചിരി വന്നു. ഹാളിൽ കടന്ന് അടുത്തടുത്ത സീറ്റുകളിൽ അവർ ഇരിപ്പുറപ്പിച്ചു. പരസ്പരം ഒന്നും ഉരിയാടിയില്ല. സിനിമ തുടങ്ങി കുറേ കഴിഞ്ഞ് ജോൺസ് മുഖം തിരിച്ചു നോക്കി. അരണ്ട വെളിച്ചമേ ഉള്ളൂ. നിർമ്മലയുടെ മുഖം ശരിക്ക് കണ്ടുകൂടാ. അവൾ സിനിമ കാണുകയല്ലെന്ന് തോന്നുന്നു. മുഖം കുനിച്ചാണ് ഇരിപ്പ്. ഉറങ്ങുകയാണോ? വിളിച്ചാലോ? വേണ്ട. അവൾ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ച് അയാൾ അനങ്ങാതിരുന്നു. ഇടവേള കഴിഞ്ഞ് വീണ്ടും സിനിമ തുടങ്ങി. ജോൺസിന്റെ ചിന്ത പതറി. നിർമ്മലയെ വേദനിപ്പിക്കുന്ന വിധം താൻ പെരുമാറിയോ എന്ന് സംശയിച്ചു. ഒരു ഷോക്ക് തട്ടിയതുപോലെയാണ് നിർമ്മലയുടെ ഇരിപ്പ്. കുറേ കഴിഞ്ഞപ്പോൾ തുടർച്ചയായി ദീർഘനിശ്വാസം കേട്ടു. കണ്ണീരിൻ്റെ തിളക്കവും കണ്ടു. നിർമ്മല പെട്ടെന്ന് തല താഴ്ത്തിയിരുന്ന ഏങ്ങലടിച്ചു. ജോൺസ് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. ആളുകൾ ശ്രദ്ധിക്കുന്നു. ഈ കുട്ടി എന്താണ് കാണിക്കുന്നത്? നിർമ്മല തിടുക്കത്തിൽ എഴുന്നേറ്റ് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് ദേഷ്യത്തോടെ അതിലേറെ ഉത്കണ്ഠയോടെ ജോൺസ് കാറിൽ നിന്ന് കാൽ വിട്ട് ഇറങ്ങി. താഴെ എത്തിയപ്പോൾ നിർമ്മല കാറിനുള്ളിൽ സ്റ്റിയറിംഗ് വീലിൽ തലചായ്ച്ചിരുന്ന് കരയുന്നു. ജോൺസ് അകത്ത് കയറിയിട്ട് അരിശത്തോടെ ഡോർ വലിച്ചടച്ചു. അല്പം കഴിഞ്ഞ് നിർമ്മല മുഖമുയർത്തി കർച്ചീഫ് എടുത്ത് കണ്ണും മുഖവും തുടച്ച ശേഷം കാർ സ്റ്റാർട്ട് ചെയ്തു. റോഡിലൂടെ തിരക്കിനിടയിലൂടെ നിർമ്മല സാവധാനം കാർ ഓടിച്ചു. ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ കാർ നിർത്തിയിട്ട് അവൾ പറഞ്ഞു, ഓരോ കാപ്പി കഴിച്ചിട്ട് പോകാം. ജോൺസ് ഒരക്ഷരം മിണ്ടിയില്ല. റെസ്റ്റോറൻറ്റിലെ ഇടുങ്ങിയ റൂമിൽ ഡൂം ലൈറ്റിൻ്റെ നേർത്ത വെളിച്ചത്തിന് കീഴെ രണ്ടുപേരും ഇരുന്നു. കാപ്പി ഓർഡർ ചെയ്ത ശേഷം നിർമ്മല എഴുന്നേറ്റ് വാഷ് ബേസിനരികിൽ പോയി മുഖം കഴുകിയിട്ട് തിരിച്ചു വന്നു. ജോൺസൺ അഭിമുഖമായി ഇരിപ്പുറപ്പിച്ചു. കാപ്പി എത്തി. കപ്പ് സോസറിലിട്ട് ചുറ്റി തിരിച്ചുകൊണ്ട് ജോൺസ് അമർഷത്തോടെ പറഞ്ഞു, ഏതായാലും കാണിച്ചതെല്ലാം മോശമായിപ്പോയി. നിർമ്മല ദൈന്യതയോടെ അയാളെ നോക്കി. നിർമ്മല എന്തിനാണ് കരഞ്ഞത്? എനിക്ക് കരയാനല്ലേ വിധിച്ചിട്ടുള്ളൂ. നനഞ്ഞിടറിയ സ്വരം. ഞാൻ വരില്ലായിരുന്നു, ക്ഷമിക്കണം. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല, ചിലപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ജോൺസന് ബുദ്ധിമുട്ടായി അല്ലേ? അയാൾ മൗനം അവലംബിച്ചു. ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനൊരൊറ്റ വഴിയേയുള്ളൂ. എനിക്ക് മരിക്കണമെന്നുണ്ട്. ജീവിക്കാനുള്ള ആശ സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? അടഞ്ഞു പൊട്ടിയ സ്വരം വീണ്ടും ഉയർന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് പെട്ടെന്നുള്ള ആവേശത്തിൽ തോന്നുന്നതല്ല. ഞാൻ അതേക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചിട്ടുണ്ട്. അതിനായി തയ്യാറെടുത്തിട്ടുമുണ്ട്. അവസാന നിമിഷത്തിൽ പിന്തിരിയും. ഈ ഭൂമിയിൽ എനിക്ക് ആകെ കൂടി കനിഞ്ഞു കിട്ടിയ ജന്മമല്ലേ ഇത്? ഇതിങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ചിന്തിക്കുമ്പോൾ കരൾ വിറയ്ക്കും. മേശപ്പുറത്തേക്ക് കണ്ണുനീർ വീണ് ചിതറി. അയാൾ സ്വയം പ്രഹരിക്കുന്നത് പോലെ അവൾ പറഞ്ഞു, ദൈവമേ, ഞാൻ എന്തിനായിട്ട് ജനിച്ചു? ജോൺസ് കർച്ചീഫ് എടുത്ത് നീട്ടി. അവൾ അത് വാങ്ങി തിടുക്കത്തിൽ കണ്ണു തുടച്ചു. കരയാതിരിക്കാനായി ചുണ്ട് കടിച്ചു പിടിച്ചു. കൂടെ കൂടെ ഉമിനീരിറക്കി. എന്നിട്ട് ജോൺസന്റെ കപ്പിലേക്ക് വിരൽ ചൂണ്ടി ഇടർച്ചയോടെ പറഞ്ഞു, കാപ്പി കുടിക്കൂ. അയാളും കാപ്പി കുടിച്ച് എഴുന്നേറ്റു. ബില്ല് തീർത്ത ശേഷം കാറിൽ കയറി. പിന്നെ വീട്ടിലെത്തുന്നത് വരെ ഒന്നും സംസാരിച്ചില്ല. പോർച്ചിൽ കാർ നിർത്തി രണ്ടുപേരും ഇറങ്ങി. ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞു. ജോൺസ് അസ്വസ്ഥതയോടെ ഔട്ട് ഹൗസിലേക്ക് നടന്നു. വരാന്തിയിൽ ആരോ ഇരിപ്പുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ ആശങ്കയോടെ അടുത്തേക്ക് ചെന്നു. മാത്തച്ചൻ മുതലാളി. നോവൽ നാളെ തുടരും.